ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആരോൺ ടിക്കീസ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ഫോർഡിൻ്റെ ഒരു വണ്ടിയാണ് ഗായ്സ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവനെ ഗ്യാരേജിൽ എത്തിയിട്ട് കാണാം. ഈ സമയത്ത് നമ്മുടെ വണ്ടി അങ്ങനെ ഗ്യാരേജിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ഔട്ട്ലുക്ക്. ഇപ്പോൾ തന്നെ വണ്ടി ഒരു മാരക ലുക്കാണ്. അപ്പോൾ നമുക്കൊന്ന് പണിയാം. ഇതിനകത്തൊന്നും ചെയ്യാനില്ല ഗൈസ്. വണ്ടി ഒരു അടിപൊളി മാരക ലുക്കാണ് വണ്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് ഹെഡ്ലൈറ്റിൽ തന്നെ തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. റെഡ് കൺവേർട്ട് ചെയ്ത് ഇല്ല, നമ്മൾ റെഡിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ ഫുൾ ബ്ലാക്ക് ആയ മാതിരി തോന്നി. അപ്പോൾ നമ്മളിതാ ഈ ഒരു കളറിലേക്ക് കൺവേർട്ട് ചെയ്തു കേട്ടോ. ഇത് പിന്നെയും വലിയ കുഴപ്പമില്ലാത്തൊരു ലുക്കൊക്കെ ഉണ്ട്. നമുക്കിതാ അലോയ് അതൊക്കെ നമ്മൾ സെറ്റാക്കി. ഇനി നമുക്ക് ടയർ ഓഫ് റോഡിൻ്റെ ടയർ തന്നെയാണ്. നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ടയർ തന്നെ നമ്മൾ വണ്ടിക്ക് മേടിച്ചിട്ടു. ബേക്കിൻ്റെ ടയറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളങ്ങനെ അതൊക്കെ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് വണ്ടിയിൽ ചെയ്യാനുള്ളത് ഇവിടെ ഫ്രണ്ടിലത്തെ ബമ്പറാണ്. അത് നമുക്ക് ഈ ഒരു ലുക്കിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യാം. ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ റെഡ് വരുന്നത്. ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു ലുക്കൊക്കെ ഉണ്ട് കേട്ടോ, വണ്ടിക്ക് തരുന്നുണ്ട്. നമുക്ക് ഓരോ നോക്കാം. എനിക്ക് ഈ ബ്ലാക്കും റെഡും കൂടെ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് അതാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ഇതന്നെ ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കിയാൽ കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഇതാ വെച്ച് നോക്കിയാലേ കിട്ടത്തുള്ളൂ. ഇവനങ്ങ് വെച്ചു കണ്ടില്ലേ, വലിയ കുഴപ്പമില്ല. നമ്മൾ ഇവനൊരു ഓഫ് റോഡ് ലുക്കിലേക്കാണ് കൺവേർട്ട് ചെയ്യണത്. ഇനി നമുക്ക് നമ്പർ പ്ലേറ്റ് ഒന്നും വെക്കാൻ പറ്റത്തില്ല. അല്ല വേണ്ട, ഇത് വേണ്ട, ഒന്നുമില്ലാതിരുന്നാലോ. ലൈറ്റ് വെച്ചു കൊടുക്കാം, കിടക്കട്ടെ ഒരു ലൈറ്റ്. അതും പോയി. പക്ഷേ ഓവർ സൈസാണ് ഗൈസ്. MVD കണ്ടാൽ പിടിക്കും. നമുക്കപ്പോൾ അത് വേണ്ടെന്ന് വിചാരിക്കാം. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ സൈഡിലത്തെ ഡോറ്, ഇതാണ് നമ്മളെ സ്റ്റോക്ക്. നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് ഇങ്ങനത്തെ ഡോറിലേക്ക് ചേഞ്ച് ചെയ്താലോ എന്നൊരാശയുണ്ട്. നമ്മളതൊന്നും ചെയ്യത്തില്ല കേട്ടോ, നമ്മൾ നല്ല മാന്യന്മാരാണ്. നമ്മൾ സ്റ്റോക്ക് ഡോർ തന്നെ മതിയെന്ന് പറഞ്ഞു. നല്ല കുട്ടിയായുള്ള കുഴപ്പമേ. നമുക്ക് സ്റ്റോക്ക് ഡോറ് നമ്മൾ വെച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റോക്ക് ടോപ്പ് പോയി. സ്റ്റോക്ക് ടോപ്പ് വെക്കുമ്പോൾ സ്റ്റോപ്പ് ഡോറ് പോവും. പിന്നെ ഓരോന്നായിട്ട് പോവും. നമുക്കിനി അതൊന്നും നോക്കണം. നമുക്കിനി സീറ്റ്, ഓഫ് റോഡിന് മെയിൻ സീറ്റാണ്. സീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി നല്ല കട്ടറൊക്കെ ചാടും ഓഫ് റോഡിൽ. അപ്പോൾ നമുക്ക് നല്ലൊരു
കംഫേർട്ട് കിട്ടിയില്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ ഒരു മൂഡ് ഉണ്ടാവില്ല ഗൈസ്. നമുക്ക് ബേക്കിൽ ഇത് വെക്കാം. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ വരുന്നു. ലാമ്പ് ഇതല്ല. ഇനി നമുക്കിത് നമ്മുടെ ബേക്കത്തത് ഇത് കൊടുക്കാറ്റത്തുള്ളൂ അല്ലേ. കണ്ണാക്കാൻ ഉണ്ടാവും. ഇത് തന്നെ ഉള്ളൂ. ഇതില്ലാതാക്കാൻ പറ്റുമോ? ഇതില്ലാതാക്കിയാൽ ഭയങ്കര വൃത്തികേടാണ് കേട്ടോ ലുക്ക്. ബേക്കിൽ നമ്പർ പ്ലേറ്റ് കൊടുക്കാൻ പറ്റില്ല. ഇതെന്താണെന്ന് മനസ്സിലായില്ല ഗൈസ്. അങ്ങനെ അത് കഴിഞ്ഞു. അത് നമ്മൾ വേണ്ടെന്ന് വെച്ചു. ഇനി നമുക്ക് സ്റ്റിക്കർ വർക്കൊക്കെയാണുള്ളത്. അത് നമുക്ക് ചെയ്യാനില്ല. പെയിൻറ്റിങ്ങിലേക്ക് കിടക്കാം. നമുക്ക് പെയിൻറ്റിങ് ഫസ്റ്റ് നമുക്കൊരു ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്താലോ എന്ന് വിചാരിച്ചു. ബ്ലാക്കിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യാം. നമ്മുടെ ബേക്കിത്തത് കണക്കിന് കാര്യം കുറച്ച് കുറയ്ക്കാം. ഇത് മതി. ഇനി നമുക്ക് ബേക്കിത്തെ ബമ്പർ നമുക്ക് ചേഞ്ച് ചെയ്തു. ബ്ലാക്കും റെഡും കൂടെ അതോടെ കൊടുക്കും. നമുക്ക് മാറ്റാക്കാം. വേണ്ട ബ്ലാക്ക് തന്നെ ആക്കുന്നതാണ് നല്ലത്. റെഡൊക്കെ കുറച്ച് ഓവറാണ്. ഇനി നമുക്ക് അതൊക്കെ അവിടേക്കുണ്ട്. ഇനി നമുക്ക് എന്താ വണ്ടി ചെയ്യാനുള്ളത്? പിന്നെ വണ്ടി ഒരു അടിപൊളി മാറുകളൊക്കെ ആയി. അതൊന്ന് നമ്മൾ സെറ്റ് ചെയ്തു. ലുക്ക് കിടക്കട്ടെ. തന്നെ വണ്ടി ഒരു മാരക ലുക്കായി. ഈ ഒരു ലുക്ക്. ഇത് നമുക്ക് വണ്ടിക്കൊരു ഓവറോൾ ചോർ ലുക്കാണ്. ഉദ്ദേശിച്ചത്
കുഴപ്പമില്ല. നമുക്ക് നമ്മളത് സെറ്റ് ചെയ്തു. ഓക്കെ ഗൈസ്, അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് സൈഡിൽ കുറച്ച് ഓവറാണ് എന്നൊരു സംശയം. കുറച്ചല്ല, നല്ല ഓവറാണ്, എന്നാലും കുഴപ്പമില്ല ഗൈസ്. ശേഷം കുഴപ്പമില്ലാത്തൊരു ലുക്കൊക്കെ ഉണ്ട്. പെയിൻറ്റിങ് ഫുള്ള് കഴിഞ്ഞിട്ടില്ല, എന്നാലും നമുക്ക് വണ്ടിയുടെ ഒരു ഇതറിയുള്ളൂ. ഒരു മിനിറ്റ്, ലൈറ്റ് ഇത് വെച്ചിട്ട് ലുക്ക് നമുക്ക് പെയിൻറ്റിങ് ലൈറ്റ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇതാണ് രസം. ഇപ്പോൾ അടിപൊളി ലുക്കായിട്ടോ വണ്ടി. ഇതിപ്പോൾ ഒരു അടിപൊളി ലുക്കായി. റെഡും കൂടെ വന്നപ്പോൾ ഒരു മാസ ലുക്കായി. ഇതിപ്പോൾ ഓക്കെ ആയി. ഇന്ന് നമ്മുടെ വണ്ടി ഒന്നും ചെയ്യാനില്ല എന്നാണ് തോന്നുന്നത്. അത് നമുക്ക് റെഡിലേക്ക് കൺവേർട്ട് ചെയ്താലോ? അത് നമുക്കൊന്നും ചെയ്യാനില്ല, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതൊക്കെ നമ്മൾ ചെയ്തു. യെസ് ഗൈസ്, ഇൻറ്റീരിയർ ഫുള്ള് വൈറ്റ് ആട്ടോ നമ്മുടെ വണ്ടി. അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. അതൊക്കെ നമ്മൾ ഒരു ബ്ലാക്കിലേക്ക് ഈ ഒരു കളറിലേക്ക് കൺവേർട്ട് ചെയ്തു. എന്നിട്ട് നമ്മുടെ വണ്ടിയുടെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്
നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുതരാം ഗൈസ്. അപ്പം നമ്മൾ അതിന് വണ്ടിയുടെ അലോയ് ചേഞ്ച് ചെയ്തു, ടയർ ചേഞ്ച് ചെയ്തു, പിന്നെ ഫ്രണ്ടിലത്തെ ബമ്പർ ചേഞ്ച് ചെയ്തു, ബാക്ക് ബമ്പറും ചേഞ്ച് ചെയ്തു, ഫ്രണ്ട് ലൈറ്റ് ചേഞ്ച് ചെയ്തു, സൈഡ് മിറർ ചേഞ്ച് ചെയ്തിട്ടില്ല. ഇത്രയൊക്കെ നമ്മൾ ഈ വണ്ടി ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇൻറ്റീരിയറിൽ നോക്കിയാൽ സീറ്റ് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നും നമ്മൾ സീറ്റ് അല്ലാതെ വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല വണ്ടിയിൽ. ഇതൊക്കെ നമ്മൾ പെയിൻറ്റിങ് കഴിഞ്ഞപ്പോഴാണ് ഈ ഈ ലുക്കൊക്കെ. ഇനി നമുക്ക് സസ്പെൻഷനൊക്കെ ഇനി പൊന്തിക്കാനൊക്കെ പറ്റും. ഫുള്ള് പൊന്തിച്ച വണ്ടി ഈ ഒരു ഹൈറ്റ് ഇരിക്കും പെയിൻറ്റിങ്ങിലേ. അതൊക്കെ അങ്ങനെ നമ്മൾ ചെയ്തു. അതൊക്കെ അങ്ങനെ കഴിഞ്ഞു. വണ്ടി ഫുള്ള് താത്തി ഈ ഒരു ലുക്ക് ഇരിക്കും. അത്രയ്ക്കും വേണ്ടാത്തതുകൊണ്ട് നമുക്ക് ഫുള്ള് പൊന്തിച്ചിട്ട് വണ്ടിയുടെ അണ്ടർഗ്രൗണ്ടിൽ കുറച്ച് പാട്ടൊക്കെ ഉണ്ടാവും. എനിക്ക് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ടയറൊക്കെ ഓക്കെയാണ്. ഇതൊക്കെ അത്രേ ഉള്ളൂ. ഇതൊക്കെ പെയിൻറ്റിങ് കഴിഞ്ഞു. ഇനി ലൈറ്റൊക്കെയാണ്. ലൈറ്റ് വർക്കൊക്കെ സെറ്റാണ്. അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ ഒരു വീഡിയോ കാണാം. സോറി ഗൈസ്, അപ്പം നമുക്കത് നമ്മൾ പറഞ്ഞ 2 കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത ഏത് വണ്ടി വേണമെന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ബൈ.